അള്ളാഹു സുബ്ഹാനഹു വ തആല മഹബ്ബത്ത് മൂസായിലിട്ടതും അള്ളാഹുവിൻ്റെ കൺവെട്ടത്തിൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ, പരിഗണനയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പരിചരിക്കപ്പെട്ടതും പ്രത്യേകിച്ച് എപ്പോഴാണ്? ഈ തംഷി ഉഖ്തുക്, അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ് താങ്കളുടെ സഹോദരി നടന്ന സമയം, അവസരത്തിൽ, താങ്കളുടെ സഹോദരി നടന്ന സമയം, അവസരത്തിൽ എന്നാണ്. ആ സമയം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരി നടന്ന സമയം, അത് പിന്നെ സൂറത്ത് ഖസസിൽ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്ത് ഖസസിൽ അതെന്താ? പിന്നെ ഈ ആലു ഫിർഔനിന് എന്ത് ചെയ്ത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കിട്ടി. അപ്പോൾ അന്നത്തെ പതിവ് എന്താ? അന്നത്തെ പതിവ് ആൺകുട്ടിയാണെങ്കിൽ കശാപ്പാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫിറൗൻ പറയുന്നുണ്ട്, പിന്നെ ഫിറൗനോട് പറയുന്നുണ്ട്, ആര്? ആസിയ പറയുന്നുണ്ട്, വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ ഖുർറത്തു ഐനുൻ ലീ വലക്, ഖുർറത്തു ഐനുൻ ലീ വലക്, എനിക്കും നിനക്കും ഖുർറത്തു ഐൻ, കൺകുളിർമയെന്ന് പറയുന്നുണ്ട്. ലാ തഖ്തുലു, കൊല്ലരുത് എന്ന് പറയാണ്. ലാ തഖ്തുലു, മൂസയെ കൊല്ലരുത്. അസാ അൻ യൻഫഅന, നമുക്ക് ഉപകരിച്ചേക്കും. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു മകനായിട്ട് സ്വീകരിക്കാം. കൊല്ലരുത് എന്ന് പറയണം. ആര്? പിന്നെ ഫിറൗൻ്റെ ഭാര്യ ആസിയ ബിന്ത് മുസാഹിം പറയുകയാണ്. അപ്പോൾ അതാണ് ചിലർ ഇബ്നു അബ്ബാസ് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇഷ്ടപ്പെടുകയും ഖൽക്കുകളിൽ, പടപ്പുകൾക്ക് മൂസയോടുള്ള ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് ആർക്ക്? ഇമ്രാത്ത് ഫിറൗൻ്റെ ഭാര്യയ്ക്ക്. ഈ തഫ്സീർ ഖുർത്തുബിയിൽ പറയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രത്യേകിച്ച് മൂസയുടെ കണ്ണിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൗന്ദര്യം പകർന്നു എന്നുള്ളത്, സൗന്ദര്യം പകർന്നു. അതിൽ പിന്നെ ആസിയ പറയുകയാണ് ഖുർറത്തു ഐനുൻ ലി വലക് എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ വിഷയം എന്താണ്? വിഷയം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഅൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി വലിതുസ്ന അലാ ഐനി എന്നുള്ളതാണ്. ആ മഹബ്ബത്ത് മൂസയിൽ വീണപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഒരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും കയ്യിലാണ്. രാജാവിൻ്റെയും രാജ്ഞിയുടെയും കയ്യിലാണ്. ഈ രാജാവിൻ്റെയും രാജ്ഞിയുടെയും കയ്യിൽ അവർക്ക് ഏറ്റവും വെറുത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഇസ്രായേലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ തീർത്തും എന്താണ്? വർജ്യമായ കൗമാണ്. അവരെ അടിമകളാക്കി വെച്ചവരാണ്. അപ്പോൾ തങ്ങളെ അടിമകളായി വർജ്യമായി കാണുന്ന ഒരു വിഭാഗത്തിലെ ഒരു കുട്ടിയാണ്. പിന്നെ ഇത് കൊല്ലാൻ വിധിക്കപ്പെടേണ്ട കുട്ടിയാണ്. പിന്നെ മാത്രമല്ല, ഈ കുട്ടി നമ്മൾ പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായി പ്രകൃതി എന്താണ്? കറുത്ത തൊലിപ്പുറമുള്ള പ്രകൃതിയാണ്, ജടകുത്തിയ മുടിയാണ്, വളഞ്ഞ മൂക്കാണ്. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള വർണ്ണന ഉള്ളത്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള പരിഗണനകൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരിക്കലും എന്തല്ല, ഒരു കൊട്ടാരത്തിൽ ഒരു രാജ്ഞിയും രാജാവും മുഖവിലക്കെടുക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നവനേ അല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വഅൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി എന്നാണ്. അള്ളാഹു മഹബ്ബത്ത് മൂസയിൽ വിതറിയപ്പോൾ, അവതരിപ്പിച്ചപ്പോൾ എന്തായി? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവർക്കും സ്വീകാര്യമായി എന്നുള്ളതാണ്. എല്ലാവർക്കും സ്വീകാര്യമായി, ഹൃദ്യമായി എന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കുന്നത്.